അങ്ങനെ ഓണക്കാലത്ത് ഹൈക്കോടതിയുടെ ഇടപെടൽ വാഹനങ്ങളിലെ മോഡിഫിക്കേഷൻ എന്ന UDF സർക്കാരിൻ്റെ വാഗ്ദാനം ഇതാ ചീറ്റിപ്പോയി. 100 ദിന പദ്ധതികൾ ഒന്നാണ് ഗതികേടിന് ഇല്ലാതായത്. വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ അനുവദിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആലോചന അങ്ങനെ പാടെ പൊളിഞ്ഞു. അനധികൃത രൂപമാറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു ഇത് സംബന്ധിച്ച് കീഴുദ്യോഗസ്ഥർക്ക് കടുത്ത നിർദ്ദേശവും ഓണക്കാലത്തിന് നൽകി കഴിഞ്ഞു. ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈയൊരു കടുത്ത തീരുമാനം. വാഹനങ്ങളിൽ കണ്ടെത്തുന്ന ഓരോ അനധികൃത രൂപമാറ്റത്തിനും നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള പിഴ ചുമത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഹൈക്കോടതി വിധിയെ ഉദ്ധരിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം. അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ കുറ്റകരമല്ലാതാക്കുന്നതിന് സംസ്ഥാന സർക്കാർ നൂതന കർമ്മ പരിപാടിയിൽ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. അതും പാളിപ്പോയി. സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് എന്തൊക്കെ രൂപമാറ്റം അനുവദിക്കാമെന്ന റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ജൂൺ 4 തന്നെ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. സീറ്റ് കവറും ഫ്ലോർ മാറ്റും സ്റ്റിയറിംഗ് വീൽ കവറും ഉൾപ്പെടെ 18 പതിവ് മോടി പിടിപ്പിക്കലുകൾ നിയമവിധേയമായി അനുവദിക്കാമെന്നാണ് ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. കോടതിയുടെ ഈ ഉത്തരവ് വന്നതോടെ ഇതിനും സാധ്യതയില്ലാതായിരിക്കുന്നു. വാഹനം നിർമ്മിച്ച് പുറത്തിറക്കുമ്പോൾ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി എന്ത് രൂപമാറ്റം വരുത്തിയാലും അത് കുറ്റകരം തന്നെയാണ് ഹൈക്കോടതിയുടെ കണ്ണിൽ. എന്നാൽ കേടുപാടുകൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്വാഭാവിക മാറ്റങ്ങൾക്ക് ഇത് ബാധകമാകാൻ ഇടയില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. പണി കിട്ടിയത് അടൂരിലെ ആ റീൽസ് ഷൂട്ടിംഗ് തരികിടയായിരുന്നു. അടൂരിൽ മോഡിഫിക്കേഷൻ നടത്തിയ ഒരു ജീപ്പിന് പിഴയിട്ട 2 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ വകുപ്പ് മന്ത്രി രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് അടുത്തിടെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഒടുവിൽ ജീവനക്കാർ സമരം ചെയ്തപ്പോഴാണ് ആ സസ്പെൻഷൻ പിൻവലിച്ചത്. പത്തനംതിട്ടയിൽ പ്രളയ രക്ഷാപ്രവർത്തനത്തിനെത്തിയ വാഹനത്തിന് പെറ്റി അടിച്ചെന്നായിരുന്നു മന്ത്രിക്ക് കിട്ടിയ പരാതി. എന്നാൽ ഈ വാഹനം മോഡിഫൈ ചെയ്ത് റീൽസ് ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്നതായി വെഹിക്കിൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. റീലുകൾക്കായി രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ സർക്കിളിൽ നേരത്തെ തന്നെ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. ഇത് പ്രകാരമാണ് അന്ന് അടൂരിൽ വെച്ച് ആ 4 വീൽ ഡ്രൈവ് ജീപ്പിന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പെറ്റി ചുമത്തിയത്. അങ്ങനെയാണ് അത് അവരുടെ സസ്പെൻഷനിലേക്ക് നീങ്ങിയതും പിന്നീട് വകുപ്പിൻ്റെ ജീവനക്കാരുടെ മൊത്തത്തിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയത്. മോഡിഫിക്കേഷന് പിഴ ചുമത്തിയ ശേഷം വാഹനം പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റി പരിശോധനയ്ക്ക് ഹാജരാക്കാൻ ഉടമയ്ക്ക് നിർദ്ദേശം നൽകണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത നിർദ്ദേശം 3 മാസത്തിനുള്ളിൽ രൂപമാറ്റം വരുത്തിന് സ്വീകരിച്ചിട്ടുള്ള നടപടികളുടെ വിശദാംശങ്ങൾ സെപ്റ്റംബർ 3 മുമ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കമ്മീഷണറെ അറിയിച്ചിരിക്കണം. പിഴ വളരെ കൃത്യമായി തന്നെ കിട്ടിയിരിക്കും. കാരണം അതിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നാണ് ഇപ്പോൾ MVDക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വാഹനത്തിലെ ടയറുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ മോഡിഫൈ ചെയ്താൽ ഓരോന്നിനും 5000 രൂപ പിഴ കിട്ടും. 4 ടയറുകൾക്കാണ് രൂപമാറ്റം വരുത്തിയതെങ്കിൽ 5x4 20,000 രൂപ ഉടമയിൽ നിന്നും പോയി കിട്ടും. വാഹനത്തിൽ ഉള്ളതിൽ കൂടുതൽ എത്ര ലൈറ്റ് ഘടിപ്പിച്ചാലും ഓരോന്നിനും 5000 രൂപ പിഴ നൽകേണ്ടി വരും. എയർ ഹോൺ വച്ചാലും പിഴ 5000. അങ്ങനെ എന്ത് ചെയ്താലും പിഴ 5000 തന്നെയാണ്. പക്ഷേ ഇതെല്ലാം കൂടി ഒരു തവണ മാത്രം പിഴ ഈടാക്കി വിട്ടയക്കാമെന്ന് കരുതണ്ട. ഈ വാഹനം നിങ്ങൾ പഴയ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ട് തിരിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിന്ന് സർട്ടിഫൈ ചെയ്ത് വാങ്ങുകയും വേണം. അങ്ങനെ രജിസ്ട്രേഷൻ സമയത്ത് വാഹനം രജിസ്റ്റർ ചെയ്ത് പുറത്തിറക്കുന്ന സമയത്ത് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഉള്ള വാഹനത്തിൻ്റെ രൂപമല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ രൂപം മാറ്റിയാൽ 8ൻ്റെ പണി കിട്ടുമെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. വാഹനപ്രേമികൾക്കെല്ലാം കടുത്ത നിരാശയാണ്. BD സതീശൻ സർക്കാരിൻ്റെ ഉറപ്പുകൾ കേട്ട് തങ്ങളുടെ വാഹനം റീമോഡിഫൈ ചെയ്തവരുണ്ട്. ബൈക്കുകൾ പല രീതിയിലാക്കിയവരുണ്ട്. 4 വീൽ ഡ്രൈവ് ജീപ്പുകൾ പല രീതിയിൽ മോഡിഫൈ ചെയ്തവരുണ്ട്. ഇവർക്കെല്ലാം ഇനി 8ൻ്റെ പണി കിട്ടുമ്പോൾ ഒപ്പം മോട്ടോർ വാഹന വകുപ്പിലെ പരിശോധന ഉദ്യോഗസ്ഥരുടെ പണി ഇരട്ടിക്കുകയും ചെയ്യും. കാരണം നിരത്തിലൂടെ പോകുന്ന 10 വാഹനങ്ങളിൽ 7 എണ്ണമെങ്കിലും ഇങ്ങനെ മോഡിഫൈ ചെയ്താകും. ബുള്ളറ്റിൻ്റെ സൈലൻസർ ഒന്ന് നീളം കൂട്ടി വെച്ചാലും അതിൻ്റെ വാലൊന്ന് വെട്ടിക്കുറച്ച് വെച്ചാലുമൊക്കെ അതിനും കിട്ടും കുറഞ്ഞത് 5000 രൂപ ഫൈൻ. അത് നേരത്തെ ഉള്ളതാണ്. പക്ഷേ അത്തരത്തിലടക്കമുള്ള മോഡിഫിക്കേഷൻ ഇനി വാഹനങ്ങളിൽ, ഇരുചക്ര വാഹനങ്ങളിലായാലും 4 ചക്ര വാഹനങ്ങളിലായാലും, അത് വലിയ ടൂറിസ്റ്റ് ബസ്സുകളിലായാലും ലോറികളിലായാലും എന്തിന് ട്രാക്ടറിലായാലും മോപ്പഡിലായാലും പോലും വെറുതെ വിടില്ലെന്ന കട്ടായം പറഞ്ഞിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മോട്ടോർ വാഹന പരിശോധന ഉദ്യോഗസ്ഥരും.